ഓ, ഭയങ്കര പഠിത്തമാണല്ലോ. ഇതൊക്കെ ഭാവി കണ്ടാ മതിയായിരുന്നു. ആരോട് പറയാൻ, ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ തെറ്റാ. ഓഹോ, എന്താണാവോ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം? അത് ഈ CBSE സ്റ്റേറ്റ് ഒക്കെ ഉള്ളതല്ലേ, നിനക്കറിയാവോ? ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. നമുക്കും അതുപോലെ രണ്ട് തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഉള്ളത്, ഫോമലും ഇൻഫോമലും. ഒരു സിലബസിനെ ബേസ് ചെയ്ത്, അതായത് നമ്മൾ LKG തൊട്ട് +2 വരെ പഠിക്കുന്നതിന് ഫോമൽ എന്ന് പറയും. ഇപ്പോൾ ഒരു സിലബസിനെ ബേസ് ചെയ്ത് അല്ലാതെ, അതായത് ഇപ്പോൾ ഹോം സ്കൂളിങ്ങും ഗുരുകുലും ഒക്കെ പോലെയില്ലേ, അതൊക്കെ നമ്മൾ ഇൻഫോമൽ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ഈ ഗുരുകുലമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഇല്ല, ഗുരുകുലം എന്ന പേരിൽ ഇപ്പോൾ കുറെ സ്കൂളുകളൊക്കെ ഉണ്ട്. എന്നാലും അവരും ഒരു സിലബസിനെ ബേസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. എന്നാൽ ഹോം സ്കൂളിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ വിവിധ ഏജൻസികൾ വരുന്നുണ്ട്. അതിലൊന്നാണ് സർക്കാർ ഏജൻസിയായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. ഇവർ വിദ്യാർത്ഥികൾക്ക് ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമും സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ NIOS നടത്തുന്ന എക്സാം എഴുതിയാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതും. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ലീഗലുമാണ്. അപ്പോൾ ഈ ഹോം സ്കൂളിംഗ് ആണല്ലേ ബെറ്റർ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇന്ന് ഉന്നത തലത്തിരിക്കുന്ന പലരും ഈ ഫോമൽ എഡ്യൂക്കേഷൻ ഫോളോ ചെയ്തവരല്ലേ. സ്റ്റുഡൻസിനെ അവരുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ പല ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇവരൊക്കെ കൺട്രോൾ ചെയ്യാൻ NCERT, CBSE, UGC പോലെ നിരവധി ബോർഡുകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രോബ്ലം അല്ലല്ലേ, കാലത്തിനനുസരിച്ച് നമ്മുടെ സിലബസിൽ അപ്ഡേഷൻ വരാത്തതാണ് പ്രശ്നം. അതെ, കാലം ഇത്രയും പുരോഗമിച്ചിട്ടും പണ്ട് മുതലുള്ള സിലബസുകൾ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള ഡെവലപ്മെന്റ് ഒന്നും നമ്മുടെ സിലബസിൽ വന്നിട്ടോ ഇല്ല.